ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിതാലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. ഒമാനിലെ മസ്കറ്റിൽ ഇന്നലെയുണ്ടായ വെടിവെപ്പിൽ ഒരു ഇന്ത്യക്കാരൻ ഉൾപ്പെടെ 9 പേർ കൊല്ലപ്പെട്ടു. വാദി അൽ കബീറിലെ പള്ളിക്ക് സമീപമാണ് വെടിവെപ്പുണ്ടായത്. സംഭവത്തിൽ ഒട്ടേറെ പേർക്ക് പരിക്കേറ്റെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. മസ്കറ്റിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയുള്ള വാദി അൽ കബീറിലെ പള്ളിക്ക് സമീപമാണ് ഇന്നലെ രാത്രി വെടിവെപ്പുണ്ടായത്. ദിവസങ്ങളായി ഇവിടെ മുഹറം പ്രമാണിച്ചുള്ള ചടങ്ങുകൾ നടന്നുവരികയായിരുന്നു. ഇതിനിടെയാണ് അക്രമ സംഭവം. സംഭവത്തിൽ ഒരു ഇന്ത്യക്കാരൻ ഉൾപ്പെടെ 9 പേർ മരിച്ചു. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ജീവൻ നഷ്ടമായി. 4 പോലീസ് സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥരടക്കം 28 ആളുകൾക്ക് പരിക്കേറ്റതായും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. വെടിവെപ്പിന് പിന്നിൽ ആരാണെന്നും സംഭവത്തിലേക്ക് നയിച്ച കാരണം എന്താണെന്നതും വ്യക്തമല്ല. സംഭവം നടക്കുമ്പോൾ നൂറുകണക്കിന് ആളുകളാണ് പള്ളിക്കകത്തും സമീപത്തും ഉണ്ടായിരുന്നത്. കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തെ അനുശോചനം അറിയിക്കുന്നതായി ഒമാൻ പോലീസ് ട്വിറ്ററിൽ കുറിച്ചു. സോഷ്യൽ മീഡിയകളിലൂടെ തെറ്റായ വാർത്തകളോ കിംവദന്തികളോ പ്രചരിപ്പിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാണെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 24 ഒമാൻ. കേരള അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സിയുടെ സെവൻസ് സോക്കർ ടൂർണമെന്റിൽ ഡാലസ് FCC ചാമ്പ്യന്മാർ. അമേരിക്കയിലെ മികച്ച ടീമുകൾ മാറ്റുരച്ച സോക്കർ ടൂർണമെന്റ് കാൻസ് പ്രസിഡന്റ് ബൈജു വർഗീസാണ് ഉദ്ഘാടനം ചെയ്തത്. അമേരിക്കൻ മലയാളികൾക്ക് കാൽപന്ത് കളിയുടെ ആവേശം സമ്മാനിച്ച കേരള അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സിയുടെ സെവൻസ് ടൂർണമെന്റിന് ആവേശോജ്വലമായ കൊടിയിറക്കം. ബെയോണിലെ ഹഡ്സൺ കൗണ്ടി പാർക്ക് സ്റ്റേഡിയത്തിലായിരുന്നു ഫൈനൽ. ഡാലസ് FCC എവർ റോളിംഗ് ട്രോഫി കരസ്ഥമാക്കി. ആഴ്സണൽ ഫിലാഡൽഫിയ റണ്ണേഴ്സ് അപ്പായി. ന്യൂയോർക്ക് ചാലഞ്ചേഴ്സിന്റെ ആസിഫ് PV ഗോൾഡൻ ബൂട്ടും FCC ഡാലസിന്റെ ഗോൾ കീപ്പർ പ്രദീപ് ഫിലിപ്പ് ഗോൾഡൻ ഗ്ലോവും നിതിൻ ജേക്കബ് ബെസ്റ്റ് പ്ലെയർ പുരസ്കാരവും നേടി. ടൂർണമെന്റ് പ്രസിഡന്റ് ബൈജു വർഗീസാണ് ഉദ്ഘാടനം ചെയ്തത്. ടീമുകളെയും സോക്കർ പ്രേമികളെയും KANJ ജനറൽ സെക്രട്ടറി ടോം നെറ്റിക്കാടൻ സ്വാഗതം ചെയ്തു. ടോം വർഗീസ്, അസ്ലം ഹമീദ്, നിർമ്മൽ മുകുന്ദൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. 24 USA. കുവൈറ്റിലെ സിറോ മലബാർ സഭയുടെ കൂട്ടായ്മയായ SMCA കുവൈറ്റ് ദുക്രാന തിരുനാൾ സഭാദിനാഘോഷം സംഘടിപ്പിച്ചു. അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിലായിരുന്നു ആഘോഷം. നോർത്തേൺ അറേബ്യ സീറോ മലബാർ എപ്പിസ്കോപ്പൽ വികാരി ഫാദർ ജോണി ലോനസ് മുഴുവൻചേരിയിൽ മുഖ്യാതിഥിയായി. SMCA പ്രസിഡന്റ് ഡെന്നി കാഞ്ഞുപറമ്പിൽ, ജനറൽ സെക്രട്ടറി ജോർജ് സാൽമിയ, സെന്റ് തെരേസ ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ ജോൺസൺ നെടുമ്പുറത്ത്, സിറ്റി കത്തീഡ്രൽ അസിസ്റ്റന്റ് വികാരി ഫാദർ സോജൻ പോൾ, അഹമ്മദി ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ ജിജോ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. പരിപാടികളും അരങ്ങേറി. യൂണിവേഴ്സിറ്റി ബിരുദമില്ലാത്തവർക്കും കുവൈറ്റിൽ കുടുംബ വിസ നൽകി തുടങ്ങി. രാജ്യത്തെ 6 ഗവർണറേറ്റുകളിലുമായി ബിരുദധാരികളും അല്ലാത്തവരുമായ 487 അപേക്ഷകളാണ് ലഭിച്ചത്. ഇതിൽ കുറഞ്ഞ ശമ്പള പരിധി, എംബസി അറ്റസ്റ്റേഷൻ മുതലായ നിബന്ധനകൾ പാലിക്കാത്ത ചില അപേക്ഷകൾ ഒഴികെ ബാക്കിയുള്ളവയെല്ലാം വിസ അനുവദിച്ചു. 1-ാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് യൂസഫ് അൽ ഫഹദ് അസബാഹിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നിയമം ഇന്ന് പ്രാബല്യത്തിൽ വന്നത്. ഓവർസീസ് റെസിഡന്റ് മലയാളി അസോസിയേഷന്റെ ഓർമ്മ ഒറേറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ലിനു K. ജോസിന്. ലോകസഞ്ചാരിയും വ്യവസായമായ മാധ്യമപ്രവർത്തകനുമായ സന്തോഷ് ജോർജ് കുളങ്ങര പ്രസംഗ മത്സരത്തിന്റെ ഗ്രാൻഡ് ഫിനാലെ ഉദ്ഘാടനം ചെയ്തു. ഓർമ്മ ഇന്റർനാഷണൽ ടാലന്റ് പ്രൊമോഷൻ ഫോറം ആഗോളതലത്തിൽ സംഘടിപ്പിച്ച പ്രസംഗ മത്സരത്തിന്റെ 2ാം സീസണിലാണ് പാല അൽഫോൺസ കോളേജ് വിദ്യാർത്ഥിനി ലീനു K. ജോസ് വിജയിയായത്. 1 ലക്ഷം രൂപയുടേതാണ് ഓർമ്മ ഒറേറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം. പാലയിലെ സെന്റ് തോമസ് കോളേജ് ഇന്റഗ്രേറ്റഡ് സ്പോർട്സ് കോംപ്ലക്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഗ്രാൻഡ് ഫിനാലെ ലോകസഞ്ചാരിയും സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് മെമ്പറുമായ സന്തോഷ് ജോർജ് കുളങ്ങര ഉദ്ഘാടനം ചെയ്തു. ഓർമ്മ പ്രസിഡന്റ് ജോർജ് നടവയൽ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യയുടെ മിസൈൽ വനിത എന്ന് വിശേഷിപ്പിക്കുന്ന ഡോക്ടർ ടെസി തോമസ്, കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം ഡയറക്ടർ അനീഷ് P. രാജൻ, ചലച്ചിത്ര താരം മിയ ജോർജ്, ഓർമ്മ ടാലന്റ് പ്രൊമോഷൻ ഫോറം ചെയർമാൻ ജോസ് തോമസ്, സെക്രട്ടറി എബി ജെ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1500 മത്സരാർത്ഥികൾ പങ്കെടുത്ത അന്താരാഷ്ട്ര പ്രസംഗ മത്സരത്തിന്റെ ഗ്രാൻഡ് ഫിനാലെയിൽ 60 പേരാണ് മത്സരിച്ചത്. ആകെ 10 ലക്ഷത്തിൽ പരം രൂപയുടെ സമ്മാനങ്ങളാണ് വിതരണം ചെയ്തത്. ന്യൂസ് ഡെസ്ക് 24. സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തമാവുകയാണ്. ദുരിതപ്പെയ്ത്തിൽ 9 പേർക്ക് കൂടി ജീവൻ നഷ്ടമായി. വടക്കൻ കേരളത്തിൽ 2 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. നദികളിൽ ജലനിരപ്പ് ഉയർന്നതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. വൻമരങ്ങൾ കടപുഴകി പലയിടത്തും വീടുകൾക്ക് കേടുപാടുണ്ടായി. വെള്ളക്കെട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണാണ് 2 പേർ മരിച്ചത്. മട്ടന്നൂർ കോളേജ് സ്വദേശിനി കുഞ്ഞാമിന,
ചൊക്കളി ഒളിവിലും സ്വദേശി ചന്ദ്രശേഖരൻ എന്നിവരാണ് മരിച്ചത്. വയനാട് പുൽപ്പള്ളിയിൽ പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് ചീയമ്പം കോളനിയിലെ സുധനാണ് മരിച്ചത്. വയനാട്ടിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. കോഴിക്കോട് കക്കയത്ത് 229 മില്ലിമീറ്റർ മഴയും പെരുവണ്ണാമുഴിയിലും കുന്നമംഗലത്തും 100 മില്ലിമീറ്ററിന് മുകളിലുമാണ് മഴ ലഭിച്ചത്. കോഴിക്കോട് താലൂക്കിൽ 4 ക്യാമ്പുകളിലായി 4 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. 36 കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറി. 16 വീടുകൾ തകർന്നു. കക്കയം കരിയത്തുംപാറ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചു. മാവൂർ, പെരുവയൽ, ചാത്തമംഗലം പഞ്ചായത്തുകളിൽ വ്യാപകമായി കൃഷിനാശവും സംഭവിച്ചു. ചെറുവണ്ണൂരിൽ വളർത്തുപക്ഷികളെ വിൽക്കുന്ന കെട്ടിടം തകർന്ന് 3 പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മലപ്പുറം കുന്നുമ്മൽ താമരക്കുഴിയിൽ വാഹനത്തിന് മുകളിലേക്ക് മരം വീണ് 2 പേർക്ക് ഗുരുതര പരിക്കേറ്റു. ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന് മുകളിലും മരം വീണ് ഡ്രൈവർക്ക് സാരമായി പരിക്കേറ്റു. കാസർഗോഡ് ജില്ലയിലും കനത്ത മഴ വൻ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. തിരുവനന്തപുരം വഴിയിൽ 6-ാം കല്ലിൽ ആൽമരം കടപുഴകി വീണ് കാർ യാത്രക്കാരി മരിച്ചു. പരപ്പാറ സ്വദേശി മോളിയാണ് മരിച്ചത്. വാഹനം പാർക്ക് ചെയ്ത ശേഷം ഡ്രൈവർ ഭക്ഷണം വാങ്ങാൻ പോയപ്പോഴാണ് അപകടമുണ്ടായത്. പടുകൂറ്റൻ ആൽമരം കാറിന്റെ മുകളിലേക്ക് പതിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി കാർ വെട്ടിപ്പൊളിച്ചാണ് മോളിയെ പുറത്തെടുത്തത്. ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മഴ കനത്ത സാഹചര്യത്തിൽ സംസ്ഥാനത്ത് 8 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കോഴിക്കോട്, വയനാട്, പാലക്കാട്, ഇടുക്കി, ആലപ്പുഴ, തൃശൂർ, കോട്ടയം ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. കണ്ണൂരിൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. ഒരു ജില്ലയിലും മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധിയില്ല. മുൻകൂട്ടി തീരുമാനിച്ച പരീക്ഷകൾക്കും മാറ്റമില്ല. കർണാടകയിലെ അങ്കോളയിൽ ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞ് 7 മരണം. മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കർണാടകയുടെ തീരദേശത്തും മലയോര മേഖലയിലും മഴക്കെടുതി രൂക്ഷമാണ്. ദേശീയപാത 66-ൽ അങ്കോളക്കും ഷിരാളിക്കുമിടയിലാണ് അപകടമുണ്ടായത്. പാതയോരത്ത് വിശ്രമിക്കാനായി വാഹനം നിർത്തിയവരുടെ മുകളിലേക്ക് കുന്നിടിഞ്ഞു വീഴുകയായിരുന്നു. ഒരു കുടുംബത്തിലെ 5 പേരുൾപ്പെടെ 7 പേർക്ക് ജീവൻ നഷ്ടമായി. മണ്ണിടിച്ചിലിൽ ഒരു വാഹനം ഗംഗാവതി പുഴയിലേക്ക് ഒഴുകിപ്പോയി. NDRF, അഗ്നിരക്ഷാസേന, പോലീസ് ഉൾപ്പെടെ സംയുക്തമായി നടത്തിയ തെരച്ചിലിനൊടുവിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കർണാടകയുടെ വിവിധ മേഖലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. നദികൾ ഭൂരിഭാഗവും അപകടനിലക്ക് മുകളിലാണ് ഒഴുകുന്നത്. തുംഗാനദി കരകവിഞ്ഞ് ക്ഷേത്രനഗരിയായ ശൃംഗേരിയിൽ വെള്ളം കയറി. കാർവാർ, ഗോകർണം, ഉടുപ്പി എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ്. 2 ദിവസം കൂടി കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 24 ബംഗളൂരു. നടൻ ആസിഫ് അലിയിൽ നിന്ന് ഉപഹാരം സ്വീകരിക്കാൻ വിമുഖത കാട്ടിയ സംഗീത സംവിധായകൻ രമേശ് നാരായണന് എതിരെ വ്യാപക പ്രതിഷേധം. ആസിഫ് അലിയെ അപമാനിച്ചതായി തോന്നിയെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് രമേശ് നാരായൺ. ആസിഫ് അലിയെ പിന്തുണച്ച് താരസംഘടനയായ അമ്മയും രംഗത്തെത്തി. MT വാസുദേവൻ നായരുടെ രചനകൾ അടിസ്ഥാനമാക്കിയുള്ള മനോരഥങ്ങൾ എന്ന വെബ് സീരീസിന്റെ ട്രെയിലർ ലോഞ്ചിങ്ങിനിടെയാണ് വിവാദ സംഭവമുണ്ടായത്. ഉപഹാരം കൈമാറിയ ആസിഫ് അലിയുടെ മുഖത്തുപോലും നോക്കാതെ രമേശ് നാരായൺ നീരസം പരസ്യമാക്കി. പിന്നാലെ സംവിധായകൻ ജയരാജിനെ അടുത്തു വിളിച്ച് ഉപഹാരം വീണ്ടും വാങ്ങുകയായിരുന്നു. ജയരാജ് സാറിന്റെ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായൺ സാർ. നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ. രമേശ് നാരായണന്റെ പെരുമാറ്റത്തിനെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നത്. വിവാദങ്ങളോട് പ്രതികരിച്ച രമേശ് നാരായൺ തന്റെ പേര് വിളിക്കാൻ വൈകിയതിൽ അസ്വസ്ഥതയുണ്ടായിരുന്നുവെന്ന് തുറന്നു പറഞ്ഞു. ആസിഫ് അലിയെ അപമാനിച്ചിട്ടില്ലെന്നും അങ്ങനെ തോന്നിയെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും രമേശ് നാരായൺ. എന്റെ പേരിൽ തെറ്റിദ്ധാരണ വന്നെങ്കിൽ ഐ ആം സോ സോറി. ആരിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ക്ഷമ ചോദിക്കും, മാപ്പ് ചോദിക്കും. വൈ നോട്ട്? ആസിഫ് അലിക്ക് പിന്തുണയുമായി നിരവധി പേർ സമൂഹമാധ്യമങ്ങളിൽ രംഗത്തെത്തി. വിവാദങ്ങളോട് ആസിഫ് അലി പ്രതികരിച്ചിട്ടില്ല. 24 കൊച്ചി. നടൻ ആസിഫ് അലിയിൽ നിന്ന് ഉപഹാരം സ്വീകരിക്കാൻ വിമുഖത കാട്ടിയ സംഗീത സംവിധായകൻ രമേശ് നാരായണനെതിരെ വ്യാപക പ്രതിഷേധം. ആസിഫ് അലിയെ പിന്തുണച്ച് താരസംഘടനയായ അമ്മ രംഗത്തെത്തി. അതേസമയം ഇത്തരമൊരു സാഹചര്യമുണ്ടായതിൽ ദുഃഖമുണ്ടെന്ന് രമേശ് നാരായൺ പറഞ്ഞു. തെറ്റുപറ്റിയെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. ആസിഫ് അലിയെ ഫോണിൽ വിളിച്ചെന്നും കിട്ടിയില്ലെന്നും രമേശ് നാരായൺ 24 എൻകൗണ്ടർ പ്രൈമിൽ പറഞ്ഞു. ഒരിക്കലും ഞാൻ ആസിഫിനെ എൻ്റെ തെറ്റ് തന്നെയാണത്. ഐ ആം അക്സെപ്റ്റ് മൈ തെറ്റ്. എൻ്റെ മൈ തെറ്റ് എന്താ സംഭവിച്ചിട്ടുള്ളതും കണ്ടില്ല. അപ്പോൾ അത് സ്വീകരിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഐ ആം സോ സോറി ആ സംഭവിച്ചു പോയതിൽ.
ജമ്മു കാശ്മീരിലെ ദോഡയിൽ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് വിട. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഭീകരാക്രമണങ്ങളിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ സൈന്യം കണ്ടെത്തി. പാക് സൈന്യം ഉപയോഗിക്കുന്ന M4 കാർബൈൻ തോക്കുകളാണ് ഭീകരർ ഉപയോഗിച്ചത്. ക്യാപ്റ്റൻ ബ്രിജേഷ് ഥാപ്പ, നായിക് ഡി രാജേഷ്, സൈനികരായ ബിജേന്ദ്ര, അജയ് എന്നിവർക്കാണ് സൈന്യം വീരോചിതമായി വിട ചൊല്ലിയത്. പൂർണ്ണ സൈനിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. ധീരസൈനികരുടെ ജീവത്യാഗം രാജ്യം എക്കാലത്തും ഓർമ്മിക്കുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അനുശോചിച്ചു. ദോഡയിലെ ദേസ മേഖലയിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംയുക്ത സുരക്ഷാ സേനയ്ക്ക് നേരെ ആക്രമണമുണ്ടായത്. മേഖലയിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. M4 കാർബൈൻ തോക്കുകൾ ഉപയോഗിച്ചാണ് ഭീകരർ സൈനികർക്ക് നേരെ വെടിയുതിർത്തത്. ഭീകരാക്രമണം പാക് ബന്ധത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ജമ്മു കാശ്മീരിൽ 32 മാസത്തിനിടെ 48 സൈനികരാണ് വീരമൃത്യു വരിച്ചത്. 24 ഡൽഹി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗിയും ഡോക്ടറും ലിഫ്റ്റിൽ കുടുങ്ങി. പോലീസ് എത്തിയാണ് ഇരുവരെയും പുറത്തിറക്കിയത്. മെഡിക്കൽ കോളേജ് ലിഫ്റ്റിൽ 2 ദിവസം കഴിച്ചു കൂട്ടിയത് മരണത്തെ മുന്നിൽ കണ്ടാണെന്ന് കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട രവീന്ദ്രൻ നായർ 24നോട് പറഞ്ഞു. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇന്നുച്ചയോടെയാണ് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിലെ ലിഫ്റ്റിൽ അത്യാഹിത വിഭാഗത്തിലെ വനിതാ ഡോക്ടറും രോഗിയും കുടുങ്ങിയത്. പോലീസ് എത്തിയ ശേഷമാണ് ഇരുവരെയും പുറത്തെത്തിച്ചത്. ചികിത്സയ്ക്കെത്തിയ ആൾ 2 ദിവസം ലിഫ്റ്റിൽ കുടുങ്ങിക്കിടന്ന സംഭവത്തിന് പിന്നാലെ വീഴ്ച ആവർത്തിച്ചതോടെ ആശുപത്രിക്കെതിരെ വിമർശനം കടുത്തു. ഈ ആശുപത്രി കഴിഞ്ഞ എത്രയോ വർഷക്കാലമായി ഒരു കുത്തഴിഞ്ഞ നിലയിലാണ് പ്രവർത്തനം നടത്തുന്നത്. കാര്യം, ഒരു സൂപ്രണ്ടുണ്ട്, ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരില്ല, കാഷ്വാലിറ്റി ഡെപ്യൂട്ടി ഇല്ല, ജനറൽ ഡെപ്യൂട്ടി സൂപ്രണ്ടില്ല, RMO ഇല്ല, വർഷങ്ങളായി ഒഴിഞ്ഞു കിടക്കുകയാണ്. അതിന് പ്രധാനമായും ഞാൻ മനസ്സിലാക്കിയത് ഡോക്ടർമാർ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. മരണത്തെ മുന്നിൽ കണ്ടാണ് ലിഫ്റ്റിൽ 42 മണിക്കൂർ കഴിഞ്ഞതെന്ന് ശനിയാഴ്ച ലിഫ്റ്റിലകപ്പെട്ട രവീന്ദ്രൻ നായർ 24നോട് പറഞ്ഞു. രക്ഷപ്പെടില്ലെന്ന് തോന്നിയപ്പോൾ മരണക്കുറിപ്പ് എഴുതി. ലിഫ്റ്റിലെ അലാം സ്വിച്ച് പലവട്ടം അമർത്തിയെങ്കിലും ആരും എത്തിയില്ല. ചെറിയൊരു വെട്ടം കണ്ടപ്പോൾ ഞാൻ അവിടെ ഓടിപ്പോയി. ഓടി ചെന്നപ്പോഴാണ് ഞാൻ അങ്ങോട്ട് തള്ളുകയാണ്. എനിക്കെന്തെങ്കിലും ഇത് കിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ ഇങ്ങോട്ട് തള്ളി. അപ്പം ഞാൻ 2 കൊണ്ട് തള്ളിയപ്പോൾ എന്നെ പറഞ്ഞ് പുറത്തേടെന്ന് പറഞ്ഞു. ഞാൻ ആളുണ്ടേന്ന് വിളിക്കുകയാണ്. അപ്പോൾ പുറത്തേട് ഞാൻ ബാഗ് എടുത്തോണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തലക്ക് വെച്ചൊക്കെയല്ലേ ബാഗ്. ഞാൻ അവിടെ നിന്ന് നേരെ അവിടെ ബാഗിൽ നിന്ന് ബാഗും എടുത്തുകൊണ്ട് ഓടി വന്നു. ചാടാൻ പറഞ്ഞു. ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ചാടി പുള്ളി വിട്ട് ഡോറും കടഞ്ഞു. ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ കോളേജിലെത്തി രവീന്ദ്രൻ നായരെ കണ്ടു. സംഭവത്തിൽ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് റിപ്പോർട്ട് തേടി. 24 തിരുവനന്തപുരം. വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു മരണം കൂടി. കല്ലൂർ കല്ലുമുക്ക് സ്വദേശി രാജുവാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. ഞായറാഴ്ച രാത്രിയാണ് വീടിനടുത്ത് വെച്ച് രാജുവിനെ കാട്ടാന ആക്രമിച്ചത്. വനത്തോട് ചേർന്നുള്ള ഗ്രാമപ്രദേശമാണ് മാറോഡ്. ഞായറാഴ്ച രാത്രി 8 മണിയോടെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്ന രാജുവിനെ കാട്ടാന ആക്രമിച്ചു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. പണിയായിട്ട് വരുന്ന ആളാണ്. വഴിയിൽ അവർക്ക് ആന പേടില്ലാത്ത ആൾക്കാർ. മഴയായിരുന്നു, കൊടയിട്ട് വരുന്നതാണ്, കണ്ടില്ല. ആന ഇവിടെ എത്തിയപ്പോഴാണ് ആന വരുന്നത്. കൂടെ ഓടിച്ചുകൊണ്ടുപോയി മുകളിൽ പറമ്പ് അവിടെ എത്തിയിട്ടാണ് ചവിട്ടുന്നത്. മേഖലയിലെ കിടങ്ങും വൈദ്യുതി വേലിയും കൊണ്ട് ഒരു ഗുണവുമില്ല എന്ന് നാട്ടുകാർ. ഈ പ്രദേശത്തേക്കുള്ള റോഡ് തകർന്നു തരിപ്പണമായിട്ട് വർഷങ്ങളായി. ഞങ്ങൾക്കെന്ന് പറയുമ്പോൾ ഒരു സുരക്ഷിത പോകണമല്ലോ ജീവിക്കാനുള്ളത്. ഈ റോഡ് തന്നെ കണ്ടോ ഇപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത്. ട്രെഞ്ച് യന്ത്രം ആകെപ്പാടുള്ളത് 3 മീറ്റർ. ഇത് അതുകൊണ്ട് ഒരു കാര്യം, ഈ മാന് ചാടും ആന അതിലിറങ്ങും. ഭാര്യയും 2 മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ അത്താണിയായിരുന്നു രാജു. സർക്കാരിന്റെ ധനസഹായം ഒരു കോമ്പൻസേഷൻ കൊടുക്കുന്നത് 10 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. അത് പോരാ. ശരിക്കും പറഞ്ഞാൽ അവരുടെ തുടർന്നുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ഒക്കെ ആയിട്ട് അവരുടെ ജീവിതം മുഴുവൻ ഏറ്റെടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകണം. ഒരു കോമ്പൻസേഷൻ എന്നുള്ളതല്ല, ആ ഒരു കുടുംബത്തിന്റെ ഒരു അത്താണി തന്നെയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുള്ളത്. വളരെ ദുഃഖത്തോടു കൂടിയാണ് ഈ വാർത്ത ഞങ്ങളൊക്കെ അറിഞ്ഞത്. 5 വർഷം മുമ്പാണ് രാജുവിന്റെ സഹോദരൻ വാസുവിന്റെ മകൻ ബിജു കാട്ടാനാക്രമണത്തിന് ഇരയായത്. അരയ്ക്കു താഴെ തളർന്നു കിടപ്പാണ് ബിജു. 24 വയനാട്. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളി എൻജോയ് മരിച്ച സംഭവത്തിൽ വീണ്ടും ന്യായീകരണവുമായി റെയിൽവേ. തോട്ടിൽ മാലിന്യം തള്ളിയത് റെയിൽവേ അല്ലെന്ന് വിശദീകരണം. നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ നിയമപരമായി മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയൂവെന്ന് റെയിൽവേ ഡിവിഷണൽ മാനേജർ മനീഷ് ധാപ്ലിയാൻ പറഞ്ഞു. റെയിൽവേയിൽ നിന്ന് കരാറെടുത്തയാൾ ഏൽപ്പിച്ച ജോലിക്കിടെയാണ് ജോയ് ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യക്കൂനയിൽപ്പെട്ട് മരിച്ചത്. എന്നാൽ ജോയിയുടെ മരണത്തിൽ ഉത്തരവാദിത്തമില്ലെന്ന് ആവർത്തിക്കുകയാണ് റെയിൽവേ.
റെയിൽവേ പരിധിയിലേക്ക് മാലിന്യം ഒഴുകിയെത്തിയതാണ്. തടയാൻ ഷട്ടറുകൾ സ്ഥാപിച്ചിരുന്നു. ജോയി കരാർ തൊഴിലാളിയായതിനാൽ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നതിൽ നിയമപരമായി മാത്രമേ നീങ്ങാൻ കഴിയൂവെന്നും ഡിവിഷണൽ റീജിയണൽ മാനേജർ മനീഷ് ദാപ്ലിയാൽ. The station waste is collected in bags and it is then given to the accredited agencies. This, unfortunately, this canal is very long. So maybe 4 to 5 meters upstream is there. So if anybody throws anything, it will come down to the downstream. മാലിന്യ നീക്കവും റെയിൽവേയുമായുള്ള തർക്കവും ഉൾപ്പെടെ ചർച്ച ചെയ്യാനാണ് മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചത്. വ്യാഴാഴ്ച രാവിലെ 11:30 ഓൺലൈനായാണ് യോഗം. 7 വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിമാരും മേയറും ചീഫ് സെക്രട്ടറിയും റെയിൽവേ ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മന്ത്രി വി ശിവൻകുട്ടിയും ഇന്ന് എൻ ജോയിയുടെ വീട് സന്ദർശിച്ചു. റെയിൽവേയും നഗരസഭയും വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളണമെന്ന് ഗവർണർ. So I hope they will find some way out so that in future nobody's life is put at risk. കുടുംബത്തിനുള്ള ധനസഹായം നാളത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഈ മരണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ റെയിൽവേക്കാണ്. ഒരു തൊഴിലാളി ഇത്തരം സ്ഥലത്ത് ഇറങ്ങി ജോലി ചെയ്താൽ പാലിക്കേണ്ട ഒരു കാര്യങ്ങളും പാലിച്ചിട്ടില്ല. റെയിൽവേക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ഒരു നഷ്ടപരിഹാരം ഈ കുടുംബത്തിന് കൊടുക്കേണ്ടതാണ്. ജോയിയുടെ കുടുംബത്തിന് റെയിൽവേ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് എംപിമാരായ എ റഹീം, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർ കേന്ദ്രത്തിന് കത്ത് നൽകി. മാലിന്യ നീക്കത്തിലെ നിസ്സഹകരണത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ നാളെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും. 24 തിരുവനന്തപുരം. 24 വാർത്താ പരമ്പര ആരംഭിക്കുന്നു. മാലിന്യം പേറുന്ന തോടുകളും പുഴകളും. തിരുവനന്തപുരം നഗരത്തിന്റെ അഴുക്കുചാലായി മാറിയ ആമയിഴഞ്ചാൻ തോടിന്റെ ദൈന്യത കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. ശുചീകരണ തൊഴിലാളിയായ ജോയ് റെയിൽവേ ടണലിൽ നിന്ന് ഒഴുകിയെത്തിയത് മറ്റൊരു അഴുക്കുകൂനയിലേക്കാണ്. തകരപ്പറമ്പ് ഉപ്പിലാംമൂട് പാലത്തിന്റെയും അവിടെയുള്ള മനുഷ്യരുടെയും ഗതികേട് അധികൃതർ ഒന്ന് കാണണം. ഒരഴുക്കുകൂനയിൽ നിന്നൊഴുകി ജോയി കരയ്ക്കടിഞ്ഞതല്ല. ആമയിഴഞ്ചാൻ തോട്ടിലെ തകരപ്പറമ്പ് ഭാഗം മാലിന്യം വന്നടിഞ്ഞ് കരപോലായതാണ്. തിരുവനന്തപുരം നഗരത്തിലെ ഒരിടം മാത്രമല്ല, തോടൊഴുകുന്ന പല ഭാഗവും ഇങ്ങനെ മാലിന്യക്കൂനയാണ്. ഈ ദൃശ്യങ്ങൾ നോക്കുക. ഒരു ഭാഗത്ത് വെള്ളം കാണാനില്ല. കാഴ്ചയിലുള്ളത് ഡയപ്പറും പ്ലാസ്റ്റിക്കും തെർമോക്കോളും, അങ്ങനെ മാലിന്യങ്ങൾ മാത്രം. തലസ്ഥാന നഗരഹൃദയമായ തമ്പാനൂരിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം ദൂരം. പഴവങ്ങാടിയിൽ നിന്ന് വഞ്ചൂരിലേക്ക് പോകുന്ന വഴി. മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം. അവിടെയാണ് ഈ ദുരിതം. ഇവിടെ ഞങ്ങൾക്ക് രാവിലെയും രാത്രിയൊക്കെ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ നാറ്റം ഈ അത്രയും വന്ന് അടഞ്ഞ് ഇവിടെയാണ് വന്ന് ഇരിക്കണേ. അപ്പോൾ അതിൻ്റെ ഗ്യാസും നാറ്റമൊക്കെ ഞങ്ങൾക്ക് അടിക്കും. വേസ്റ്റ് നിറഞ്ഞു കിടക്കുമ്പോൾ അവർ വന്ന് മുളയിട്ട് നീക്കിയില്ല. അത് നീക്കുമ്പോഴും അതും ഭയങ്കര ഗ്യാസാണ്. നമുക്ക് തന്നെ ഗ്യാസ് അത്ര അടിക്കും. മാലിന്യമൊഴുകി പാർവതി പുത്തനാറിലെത്താതിരിക്കാനായി ഫിഷറുകൾ സ്ഥാപിച്ചതാണ് ഈ അഴുക്കെന്നാണ് നഗരസഭയുടെ ന്യായം. ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങളെ മാറാരോഗത്തിലേക്ക് തള്ളിവിടുന്ന വിചിത്രവാദം. ദയവ് ചെയ്ത അധികാരികൾ ഇവിടുത്തെ ചവറുകൂന ഒഴിവാക്കുക. അത് ഏത് രീതിയിലാണ്? ഒന്ന് ഇവിടെ നെറ്റ് ഇട്ടിരുന്നു, ആ നെറ്റ് മുഴുവനും വീണ്ടും പഴയതുപോലെ പൊക്കാൻ കൂട്ടി വയ്ക്കുക. അപ്പോൾ വഴിയാത്രക്കാർ ഇടൂല, വീട്ടുകാരിട്ടാൽ നമുക്കറിയാം. ഇവിടെ നിന്ന് മാലിന്യം മാറ്റാനായി സമരം നടത്തി. നഗരസഭയിലും മന്ത്രിമാർക്കും പരാതി നൽകി. ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഉപ്പിലാമൂട് പാലമാണ്. അധികാരികൾ കടന്നുപോകുന്ന വഴിയാണ്. മനുഷ്യർ ഒരുപാട് താമസിക്കുന്ന ഇടമാണ്. മൂക്കുപൊത്താതെ വർത്തമാനം പറയാൻ കഴിയില്ല. അധികാരികളെ ഇനിയെങ്കിലും കണ്ണു തുറക്കണേ. ക്യാമറാമാൻ ജിനു എസ് രാജിനൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ സംഘടനയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവിന് വയനാട്ടിൽ തുടക്കമായി. ദേശീയ രാഷ്ട്രീയത്തെ കോൺഗ്രസ് നിർണ്ണയിക്കുന്ന കാലമാകും ഇനിയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. നേതൃനിരയിലെ അഭിപ്രായ ഭിന്നത സംഘടനയെ ബാധിക്കരുത് എന്ന് K സുധാകരനും എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകണമെന്ന് VD സതീശനും അഭിപ്രായപ്പെട്ടു. വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നിവയ്ക്കായുള്ള മുന്നൊരുക്കമാണ്
KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ നടക്കുന്നത്. വിജയത്തിനായുള്ള കർമ്മ പദ്ധതി ക്യാമ്പിൽ ആവിഷ്കരിക്കും. രാജ്യത്തിന്റെ രാഷ്ട്രീയം കോൺഗ്രസ് ആണ് ഇനി നിശ്ചയിക്കുകയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. കൂടെ നിൽക്കുന്നവർക്ക് പോലും കോൺഗ്രസ് രക്ഷപ്പെടില്ല എന്നായിരുന്നു ആശങ്ക. അതിൽ നിന്ന് രാഷ്ട്രീയ സാഹചര്യം മാറി. നമ്മുടെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല, നമുക്ക് സമ്പത്തുണ്ടായിരുന്നില്ല, നമ്മളുടെ ഒരു ഏജൻസി ഉണ്ടായിരുന്നില്ല. പക്ഷെ കോൺഗ്രസ് നിശ്ചയദാർഢ്യത്തോടെ ഒരു തീരുമാനമെടുത്തു. ഏത് വിധേനയും ഈ രാജ്യത്തെ ജനാധിപത്യം നിലനിർത്തണം. പിണറായി സർക്കാർ ജനങ്ങളിൽ നിന്ന് അകന്നതാണ് തെരഞ്ഞെടുപ്പിൽ CPIM-ന് തിരിച്ചടിയായതെന്ന് K. സുധാകരൻ പറഞ്ഞു. ഈ പിഴവ് കോൺഗ്രസിന് സംഭവിക്കരുത്. നേതൃനിരയിലെ അഭിപ്രായ ഭിന്നത സംഘടനയെ ബാധിക്കരുതെന്നും K. സുധാകരൻ പറഞ്ഞു. നേതാക്കൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും അഭിപ്രായ ഭിന്നതകളോ അത് സംഘടനയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതായോ തരത്തിലേക്ക് നീങ്ങാൻ പാടുള്ളതല്ല. സംഘടനാപരമായ ദൗർബല്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകണമെന്ന് VD സതീശൻ പറഞ്ഞു. ആരെയും മാറ്റി നിർത്തരുത്. അതേസമയം K. മുരളീധരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ എന്നിവർ ക്യാമ്പിൽ പങ്കെടുക്കുന്നില്ല. K. മുരളീധരൻ രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ട ആളല്ലെന്ന് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. KPCC ഭാരവാഹികൾ, DCC അധ്യക്ഷന്മാർ, MP-മാർ, MLA-മാർ തുടങ്ങി 123 പേരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. 24 വയനാട്. ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.